എടി നിനക്ക് ഉറപ്പാണോ? ഒന്നുകൂടി ചെക്ക് ചെയ്യണോ? എടി ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ചെക്ക് ചെയ്യാനാ? 3 വട്ടം പോസിറ്റീവാണ്. നീ അവനോട് പറഞ്ഞോ? അവന്താ പറഞ്ഞു? എടി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൻ. എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ രാവിലെ തൊട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുക. എടി ചിലപ്പോൾ അവൻ ബിസി ആയിരിക്കും. നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ വരാം ചേട്ടാ. എടി ബിസി ആണെങ്കിൽ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്നൊന്ന് പറഞ്ഞൂടെ? നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കാം. എന്തിനാ ഞാനവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് സ്വൈരം തരൂ. എടാ ഞാൻ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുക. നിനക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയച്ചൂടെ? സൗകര്യമില്ല തിരിച്ചു വിളിക്കുക. നീ വിളിച്ച കാര്യം പറ, വെറുതെ സമയം കളയാതെ. എനിക്ക് നിന്നെ നേരിട്ട് കാണണം. നീ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് പറ. എൻ്റെ പൊന്നു വർഷ, എനിക്കിപ്പോൾ ഒന്നും നേരിട്ട് വരാൻ പറ്റത്തില്ല. നിനക്ക് വല്ലതും പറയാനാണെങ്കിൽ ഇപ്പം പറ. എനിക്ക് നിന്നെ നേരിട്ട് കണ്ടേ പറ്റൂ. നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ നിന്റെ വീട്ടിൽ കയറി വരും. പിന്നെ മോനും അമ്മ എന്താണെന്ന് വെച്ചാൽ അയക്കും. ശരി, എങ്ങോട്ടാ വരേണ്ടതെന്ന് പറ. നമ്മളെന്നും കാണുന്ന സ്പോട്ടില്ലേ, അങ്ങോട്ടേക്ക് വന്നാൽ മതി. പിന്നെ ഞാൻ കൃത്യം 5:30 വരെ നോക്കും. അത് കഴിഞ്ഞിട്ട് നിന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി വരും. പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഓ ശരി. ശരി. നിനക്കിപ്പോൾ സമയത്തിന് വരാൻ അറിയാമല്ലേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടെങ്കിൽ വന്നാലും പറയുന്നത് പോയിട്ട് 100 വട്ടം പണിയുള്ളൂ. എടാ നിനക്ക് മാത്രമല്ല എനിക്കും പണിയുണ്ട്. ആവശ്യമുള്ളവരുടെ മനുഷ്യന്മാരെ വിളിക്കുന്നത്. ശരി പറ, എന്താ പറയണമെന്ന് വെച്ചാൽ പറ. എടാ 2 ആഴ്ചയായിട്ട് എൻ്റെ പീരീഡ്സ് ഡിലേയാ. ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇതൊക്കെ ഇപ്പം എന്തിനാ എൻ്റെ അടുത്തൊന്ന് പറയുന്നത്? ഞാൻ പിന്നെ ആരോടാ പറയണ്ടേ? ഞാനൊരാൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ല, നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്നാൽ ആരെ കൂടെ നടന്നതെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു. എൻ്റെ അടുത്തല്ല ഒന്ന് ചോദിക്കാനുള്ളത്. എൻ്റെ കൺമുന്നിൽ ഇനി നിന്നെ കണ്ടുപോകരുത്. എടി നീ ഇങ്ങനെ വിഷമിക്കല്ലേ. അവൻ ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇടയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എടി ദേഷ്യത്തിൻ്റെ പുറത്താണെന്ന് വിചാരിച്ചിട്ട് എന്ത് പറയാമെന്നാണോ? അത് പോട്ടെ, എന്താ നിന്റെ അടുത്ത പ്ലാൻ? ഹലോ. ഹലോ അമ്മേ. എന്താ മോളെ ഈ സമയത്ത് വിളിക്കുന്നേ? ഇല്ലമ്മേ, അമ്മേൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. നിനക്കിപ്പോ അമ്മയെ വിളിക്കാനൊക്കെ സമയമുണ്ടോ? നിനക്ക് ഭയങ്കര തിരക്കല്ലേ. വിട്. എങ്ങനെ പോണു ജോലിയൊക്കെ? സുഖാണോ നിനക്ക്? ആ അമ്മേ, സുഖം. ജോലിയൊക്കെ നന്നായിട്ട് പോന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? കുഞ്ഞിലെ തൊട്ടേ അമ്മേനെ ഒറ്റയ്ക്ക് വളർത്താൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണുന്നതാണ്. ഫൈനാൻഷ്യലി ആണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അമ്മ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അച്ഛനെ കുറിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇന്നൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ അമ്മയെ വിട്ടിട്ട് പോകും അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ എന്നെ ജനിപ്പിക്കുമായിരുന്നു.